നമസ്കാരം. കേരളത്തിലെ വിദ്യാഭ്യാസം എക്കാലവും രാജ്യത്തിന് മാതൃകയാണ്. ലോകം അഭിമാനത്തോടു കൂടി നോക്കിക്കണ്ട കേരള മോഡൽ വികസനത്തിൻ്റെ പ്രധാന സൂചികകളിലൊന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ചും സ്ത്രീ വിദ്യാഭ്യാസത്തിലും സ്ത്രീ സാക്ഷരതയിലും കേരളം കൈവരിച്ച നേട്ടമാണ്. കേരളത്തിലെ ഈ വിദ്യാഭ്യാസ പുരോഗതി യാദൃശ്ചികമായി ഉണ്ടായി വന്ന ഒന്നല്ല. അതിന് നവോത്ഥാന കാലഘട്ടത്തോളം പഴക്കമുണ്ട്. സാമൂഹ്യ ശ്രേണിയിൽ പിന്തള്ളപ്പെട്ട് പോയ ഒരു സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടി വില്ലുവണ്ടി സമരം നടത്തിയ മഹാനായ അയ്യങ്കാളിയുടെ പ്രക്ഷോഭം വിദ്യാഭ്യാസ മേഖല സൃഷ്ടിച്ച കൊടുങ്കാറ്റ് കേരളം അന്നും ഇന്നും ഹൃദയത്തിലേറ്റിയിരിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ നിരവധി ചർച്ചകളിലൂടെ, നിരവധി പ്രക്ഷോഭങ്ങളിലൂടെ, നിരവധി അന്വേഷണങ്ങളിലൂടെ, ഗവേഷണങ്ങളിലൂടെ വികസിച്ചു വന്ന ഒന്നാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല. പുതിയ കാലത്ത് അറിവിൻ്റെ ലോകം വികസിക്കുന്ന ഇന്ന്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിർമ്മിത ബുദ്ധിയുടെയും റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെയും ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ, പുതുതലമുറയെ അത്തരം നൈപുണികൾ കൈവരിക്കുന്നതിന് സജ്ജമാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ചുമതലകളിൽ ഒന്ന്. ആ ചുമതല നിർവഹിക്കത്തക്ക രീതിയിൽ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം മാറുകയാണ്. അതിന് കരുത്തു പകരുന്ന തരത്തിലുള്ള ഒരു പുതിയ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും നിലവിൽ വന്നിരിക്കുകയാണ്. പാഠ്യപദ്ധതിക്കും പാഠപുസ്തകങ്ങൾക്കും രൂപീകരണത്തിനും ചുമതല വഹിച്ച SCERTയുടെ ഡയറക്ടർ ഡോക്ടർ RK ജയപ്രകാശ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമുക്ക് പാഠ്യപദ്ധതിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. കേരളത്തിലെ 10 വർഷത്തിന് ശേഷമാണ് പുതിയ പാഠ്യപദ്ധതിയും പാഠപുസ്തകവും നിലവിൽ വരുന്നത്. മുമ്പും പാഠ്യപദ്ധതി വന്ന സമയത്തൊക്കെ കേരളത്തിലെ ഇത് വിദ്യാർത്ഥികൾക്കിടയിലും അധ്യാപകർക്കിടയിലും അക്കാദമിക് പണ്ഡിതർക്കിടയിലാണ് സാധാരണ ചർച്ച ചെയ്തിരുന്നത്. എന്നാൽ ഈ തവണ നമ്മുടെ പാഠ്യപദ്ധതിയെ, പാഠപുസ്തകത്തെ പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും മുമ്പുണ്ടായിരുന്ന നമ്മുടെ പാഠ്യപദ്ധതി പരിഷ്കരണം നമ്മൾ ആരംഭിക്കുന്നത് 2007 അതിനൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. 2005 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് രൂപീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും അത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുകയും 2007 കേരള കരിക്കുലം ഫ്രെയിംവർക്ക് നമ്മൾ രൂപീകരിക്കുകയും ചെയ്തു. അതൊരു സമഗ്രമായിട്ടുള്ളൊരു പരിഷ്കരണമായിരുന്നു അക്കാലത്ത്. അതിനുശേഷം നമ്മൾ 2013 പാഠപുസ്തകങ്ങളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ അന്ന് വരുത്തുകയുണ്ടായി. അപ്പോൾ 2013 നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാഠപുസ്തകങ്ങളാണ് 2023 വരെയും കഴിഞ്ഞ 10 വർഷം നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സമഗ്രമായ പരിഷ്കരണം അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണ് തീർച്ചയായിട്ടും നമ്മൾ 2022 മുതൽ ഈ പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യഘട്ടം നമുക്ക് വിജയകരമായി പൂർത്തീകരിക്കാനും കൃത്യസമയത്ത് തന്നെ നമ്മൾ ആദ്യഘട്ട പാഠപുസ്തകങ്ങൾ, പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാഠപുസ്തകങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് നമ്മളെ കുട്ടികളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൻ്റെ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലാണ് നമ്മളത് ചെയ്തത്. ആദ്യഘട്ടം നമ്മൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഇത് എല്ലാ തരത്തിലുമുള്ള ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, അവരെയൊക്കെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് ഒരു ജനകീയമായ അർത്ഥത്തിൽ, കേരളത്തിന് എപ്പോഴും ഒരു ജനകീയമായ ഒരു തലം എല്ലാ കാലത്തുമുണ്ട്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രീതിശാസ്ത്രം തന്നെ എപ്പോഴും രൂപപ്പെട്ടു വരുന്നതിൽ ജനകീയമായിട്ടുള്ള ഇടപെടലുകളും അവരുടെ അഭിപ്രായ സ്വരൂപിക്കലുമൊക്കെ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ജനകീയമായിട്ടുള്ള ചർച്ചകൾ എല്ലാ മേഖലകളിലും നടത്തി. അതുമാത്രമല്ല, നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മളതിൽ കൊണ്ടുവന്നത് കുട്ടികൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ എന്നുള്ള ഒരു സ്പേസ് കൂടി അവിടെ കൊടുത്തു. ഒരു പക്ഷേ അത് ഇന്ത്യയിൽ തന്നെ നമ്മൾ
പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഡൽഹിയിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ ഈ പറയുന്ന ഒരു ആശയത്തെ അവതരിപ്പിക്കുമ്പോൾ അവർ വളരെ വലിയ ഒരു സന്തോഷത്തോടു കൂടി, ആശ്ചര്യത്തോടു കൂടിയിട്ടാണ് അതിനെ കാണുന്നത്. അപ്പോൾ കേരളത്തിന് മാത്രമേ ഇത് സാധിക്കൂ എന്നുള്ള തരത്തിലാണ് ദേശീയ തലത്തിൽ പോലും ഇതിനെ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സ്കൂളുകളിലെ നമ്മുടെ ക്ലാസ് മുറികളിലേക്ക് ആ കുട്ടികൾക്ക് അറിയാവുന്ന ഭാഷയിലേക്ക് ആ ചർച്ചാക്കുറിപ്പിനെ മാറ്റി ആ ചർച്ചയും കൂടെ നമ്മൾ നടത്തി കുട്ടികളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, വ്യത്യസ്ത മേഖലകളിലുള്ള വ്യത്യസ്ത കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ അഭിപ്രായങ്ങളുണ്ട് നമ്മളിപ്പോഴത്തെ കുട്ടികൾക്ക്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി സ്വരൂപിച്ചുകൊണ്ടാണ് പാഠ്യപദ്ധതി ചട്ടക്കൂടിലേക്ക് നമ്മൾ വന്നത്. സാർ, ഇത് നമ്മൾ പറയുമ്പോൾ ഇപ്പം ഈ പാഠ്യപദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു മേന്മയായി പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുന്ന അതിലെ ജെൻഡർ ഇക്വാളിറ്റിയാണ്. ഇപ്പം കേരളം പൊതുവെ സ്ത്രീ പുരുഷ സൗഹൃദ സംസ്ഥാനമാണ് എല്ലാ മേഖലകളിലും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കും സമയത്ത്. അപ്പം നമ്മൾ അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ പാഠ്യപദ്ധതിയും പാഠപുസ്തകവും ഇത് രണ്ടും രൂപീകരിക്കുന്ന സമയത്ത് നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞിരുന്നു, സംസ്ഥാന സർക്കാർ നിയമസഭക്കകത്തും പുറത്തും പറഞ്ഞിരുന്നു, പുതിയ തലമുറയിലെ സ്ത്രീ പുരുഷ സൗഹൃദ അന്തരീക്ഷം കൊണ്ടുവരും, അതുപോലെ മതനിരപേക്ഷത, ഭരണഘടനാ മൂല്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കും എന്നൊക്കെ പറയുകയും അതിലേക്ക് നമ്മുടെ പാഠ്യപദ്ധതിയും പാഠപുസ്തകം എത്തിയിരിക്കുകയാണ്. അപ്പം ഇതിന് വേണ്ടി നിലമൊരുക്കുന്നതിന് SCERT പ്രധാനപ്പെട്ട് ചെയ്തൊരു കാര്യം ജെൻഡർ ഓഡിറ്റിംഗ് നടത്തി എന്നുള്ളതാണ്. അത് സാർ എങ്ങനെയാണ് ആ ജെൻഡർ ഓഡിറ്റിംഗ് നടത്തിയിട്ടുള്ളത്? അതെ, അപ്പോൾ ഈ പ്രധാനമായിട്ടും കേരളത്തിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ എല്ലാ മേഖലകളിലേക്കും വനിതകളുടെ പ്രാതിനിധ്യം ഉയർന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാതിനിധ്യം എടുത്താൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളൊരു സ്റ്റേറ്റ് നമ്മളായിരിക്കും. അപ്പോൾ 2013 ഉണ്ടാക്കിയിട്ടുള്ളൊരു പാഠപുസ്തകം അന്നത്തെ പശ്ചാത്തലത്തിൻ്റെ ഇൻഫ്ലുവൻസോടുകൂടി അന്നത്തെ രചയിതാക്കൾ എഴുതപ്പെട്ടതായിരിക്കും. അപ്പോൾ അന്നത്തെ ഒരു ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു ആശയത്തോട് ഒരുപക്ഷെ അന്നുണ്ടായിരുന്നതിനും കൂടുതലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് 2023 എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാഠപുസ്തക നിർമ്മാണത്തിൻ്റെയും പാഠ്യപദ്ധതിയുടെയും ചർച്ചകൾ നമ്മൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ ചർച്ചയിൽ ഉയർന്നു വന്നത് ജെൻഡർ സെൻസിറ്റീവായിട്ടുള്ള പാഠപുസ്തകങ്ങളായിരിക്കണമെന്ന്. അപ്പോൾ നമ്മൾ സമൂഹത്തിനാകെ കൊടുത്തിട്ടുള്ള ഒരു ചർച്ചാക്കുറിപ്പിൽ തന്നെ ഈ പറയുന്ന ജെൻഡർ സെൻസിറ്റീവായിട്ടുള്ള ലിംഗനീതിയിലധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ നിലവിലുള്ള പാഠപുസ്തകങ്ങളിലുള്ള ഒരു ജെൻഡർ ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അതിനൊരു ഫ്രെയിം വർക്ക് വേണം, എങ്ങനെയാണ് ഇത് നടത്തുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ പാഠപുസ്തകങ്ങളിലുള്ള അതൊരു സാമ്പിളിംഗ് ആയിട്ട് പാഠപുസ്തകങ്ങൾ നമ്മളെടുത്ത് അതിലുള്ള ഒരു ജെൻഡർ ഓഡിറ്റിംഗ് നടത്തി അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു പ്രോസസ്സ് കൃത്യമായി പാലിച്ചുകൊണ്ട് നിലവിലുള്ള പാഠപുസ്തകങ്ങളിലുള്ള ഡ്രോബാക്ക് എന്താണോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അതും കൂടെ പരിഹരിച്ചു കൊണ്ടുള്ള ഒരു പുതിയ ആശയതലത്തിലേക്ക് പോകണമെന്നുള്ള തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പാഠപുസ്തകങ്ങളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ആ ഒരു പൊസിഷൻ പേപ്പറിനുണ്ടായിരുന്നു, ജെൻഡർ എഡ്യൂക്കേഷൻ്റെ ഒരു പൊസിഷൻ പേപ്പറിനുണ്ടായിരുന്നു. ആ ഒരു അവരുടെ നിലപാട് രേഖയിൽ തന്നെ അവർ പറഞ്ഞത് ഒരു പാഠപുസ്തകത്തിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല ഇത്. യഥാർത്ഥത്തിൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ മുഴുവൻ ജെൻഡർ സെൻസിറ്റീവായി കളിയിടങ്ങൾ, കളിസ്ഥലങ്ങൾ, ക്ലാസ് റൂമിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ, വരാന്തയെ എങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെയുള്ള പലതരത്തിലുമുള്ള ഈവൻ ഒരു പാഠപുസ്തകം ഉണ്ടാക്കിയാൽ അതൊരു അധ്യാപകനോ അധ്യാപകയോ ക്ലാസ് റൂമിൽ നമ്മൾ വിഭാവനം ചെയ്ത രീതിയിൽ പഠിപ്പിച്ചില്ലെങ്കിൽ അതൊരു ഫെയിലിയറായി മാറും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ജെൻഡർ സെൻസിറ്റീവായിട്ടുള്ളൊരു അധ്യാപകനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ പറഞ്ഞ രീതിയിൽ വിജയിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഹോംവർക്ക് നമ്മൾ നടത്തിയതിന് ശേഷമാണ് പാഠപുസ്തകത്തിലേക്ക് വന്നത്. സാർ, ഇത് പറയുമ്പോഴേ ഇപ്പം സാർ തന്നെ പറഞ്ഞൊരു കാര്യം അധ്യാപകരുടെ ജെൻഡർ സെൻസിറ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ 2023 എക്കണോമിക് സർവേ പ്രകാരം 1,57,000 അധ്യാപകരാണുള്ളത്. അതിൻ്റെ അകത്ത് 75.4% അധ്യാപികമാരാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായ അധ്യാപകർക്കിടയിൽ അതിൻ്റെ മൂന്ന് ഭാഗവും അധ്യാപികമാരാണ്. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ പകുതിയിലേറെ പെൺകുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ സൗഹൃദ അന്തരീക്ഷം സമ്പൂർണ്ണമായ രീതിയിൽ നടപ്പാക്കേണ്ട മേഖലയാണ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. പക്ഷേ അത് ആ അർത്ഥത്തിൽ നമ്മുടെ സ്കൂളുകൾ, പ്രത്യേകിച്ച് ക്ലാസ് മുറികളാവട്ടെ, സാർ പറഞ്ഞ പോലെ നമ്മുടെ വരാന്തകളാവട്ടെ, ഇപ്പം
ഈ ചില പഠനങ്ങളുണ്ട്. ഒരു തിമോത്തിയുടെയൊക്കെ പഠനത്തിൽ പറയുന്നത് സ്കൂളുകൾ പൂർണ്ണമായി ഇപ്പോഴും ഒരു പുരുഷ മേധാവിത്വത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ വിദ്യാലയ അന്തരീക്ഷം എന്ന് പറയുന്നത്. അത് മറികടക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ, അത് ഈ പാഠപുസ്തകത്തിലും പാഠ്യപദ്ധതി മാറുകയും പാഠപുസ്തകത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ വരികയും ചെയ്തുകൊണ്ട് മാത്രം നടപ്പാക്കാൻ പറ്റുന്ന ഒന്നാണോ? ഒരിക്കലല്ല. അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിൽ അതിൻ്റെ ഒരു ഇടപെടൽ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 75% നമ്മുടെ വർക്ക് ഫോഴ്സിൻ്റെ ഭാഗം എന്ന് പറയുന്നത് സ്ത്രീ പക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്കൊരു 10 വർഷം കഴിയുമ്പോഴേക്കും ഒരു പക്ഷേ അതിൻ്റെ പെർസെൻറ്റേജ് 100-ലേക്ക് എത്തുമോ എന്നുള്ളൊരു സംശയത്തിലേക്ക് നമ്മൾ നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഇതിനെ ഉൽപ്പാദിപ്പിക്കുന്ന എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എവിടെ നിന്നാണോ ടീച്ചേഴ്സ് വരുന്നത്, യഥാർത്ഥത്തിൽ DLED കോഴ്സും BEd കോഴ്സും അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് നമ്മൾ എടുക്കുമ്പോൾ 100 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ 98 പേരും പെൺകുട്ടികളാണ്. അപ്പോൾ അവരാണ് ഭാവിയിലേക്കുള്ള യഥാർത്ഥത്തിലുള്ള ടീച്ചേഴ്സായിട്ട് നമ്മുടെ ഫീൽഡിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാവിയിൽ ഒരു 10 വർഷത്തിനിടയിൽ തന്നെ മുഴുവൻ ഈ പറയുന്ന രീതിയിലേക്ക് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു ജെൻഡർ സെൻസിറ്റീവായിട്ടുള്ള ഒരു ക്ലാസ് റൂം ഉണ്ടോ എന്നുള്ള തരത്തിൽ നമുക്കൊരു സംശയമുണ്ട്. ഈ വർഷം നമ്മൾ പുസ്തക രചന അതിൻ്റെ ടീമിനെയൊക്കെ നിശ്ചയിക്കുന്ന സമയത്തും ആ ഒരു പങ്കാളിത്തവും പ്രാതിനിധ്യവും വേണം എന്നുള്ള ഒരു ആലോചന നമ്മൾ നടത്തിയിരുന്നു. എന്നാൽ നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു പങ്കാളിത്തം പാഠപുസ്തക രചനയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാനാണ് ഇപ്പോൾ നമ്മൾ. സാറേ, ഇത് പറയുമ്പോൾ രസകരമായൊരു കാര്യം എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം ഞാൻ എൻ്റെ മകൾ കിട്ടിയവൻ പരിശോധിച്ചു. അത് ആദ്യം തന്നെ ഞാൻ അതിൻ്റെ എല്ലാ പുസ്തകത്തിൻ്റെയും രണ്ടാമത്തെ പേജിൻ്റെ അകത്ത് പാഠപുസ്തകം തയ്യാറാക്കിയ ശില്പശാലയിൽ പങ്കെടുത്ത ആളുകൾ അവരാണല്ലോ ഈ പാഠപുസ്തകം തയ്യാറാക്കുന്നത്. അതിനകത്ത് പല സബ്ജക്റ്റിലും സ്ത്രീ പ്രാതിനിധ്യം ഇല്ല, അധ്യാപികമാരില്ല. ആകെ 1-2 സബ്ജക്റ്റിൽ മാത്രം ഒരാൾ അല്ലെങ്കിൽ രണ്ടാളുള്ള സബ്ജക്റ്റ് ഇല്ല എന്നാണ് 8ാം ക്ലാസ്സിലത്തെ ഞാൻ പറഞ്ഞത്. അത് പുതിയ പാഠപുസ്തകമല്ല. അതിനുശേഷം വന്ന പിന്നെ പുതിയ പാഠപുസ്തകത്തിൽ കുറച്ചും കൂടെ അധ്യാപികമാരുടെ പ്രാതിനിധ്യം കൂടിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം അധ്യാപികമാർ സ്കൂളുകളിൽ ഇപ്പം 100% അധ്യാപികമാരുള്ള സ്കൂൾ ഇപ്പം തലസ്ഥാനത്തെ ഒരു പ്രമുഖ വിദ്യാലയത്തിൽ ഒരു സർക്കാർ പള്ളിക്കൂടത്തിൽ UP വിഭാഗത്തിൽ ഏതാണ്ട് 34-നും 40-നും ഇടയിൽ, എനിക്ക് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് കണക്കറിയില്ല, അധ്യാപകരുള്ളതിൽ ഒറ്റ പുരുഷ അധ്യാപകൻ ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാവരും അധ്യാപികമാരാണ്. അപ്പം സാറ് നേരത്തെ പറഞ്ഞു 100% അധ്യാപികമാരുടെ ഒരു സമ്പൂർണ്ണ ആധിപത്യത്തിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ വരും എന്ന് പറഞ്ഞു. ഇപ്പം നിലവിൽ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ പാഠപുസ്തകം തയ്യാറാക്കുന്നതാവട്ടെ, അതുപോലെ ശില്പശാലകൾക്ക് നേതൃത്വം RPമാരാവട്ടെ, അല്ലെങ്കിൽ ട്രെയിനേഴ്സിൻ്റെ ട്രെയിനിമാരാവട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഈ അധ്യാപികമാർ പിന്നെ ഇപ്പം ബാക്കി എല്ലാ മേഖലകളും ഇപ്പം സർക്കാരിൻ്റെ മറ്റ് ബാങ്കിങ് മേഖല ആവട്ടെ മറ്റ് മേഖലയിലൊക്കെ നടക്കുന്ന ശില്പശാലകളൊക്കെ ഇഷ്ടംപോലെ വനിതാ ജീവനക്കാർ പങ്കെടുക്കും. എന്തുകൊണ്ടാണ് അധ്യാപികമാർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ബോധപൂർവം? അങ്ങനെ തോന്നിയിട്ടില്ല. ഒരുപക്ഷെ നമ്മുടെ ശില്പശാലകൾ മിക്കവാറും കേന്ദ്രീകൃത റെസിഡൻഷ്യൽ മാതൃകയിലാണ് ഇപ്പോഴും നടക്കുക. അപ്പോൾ ഒരു പാട്രിയാർക്കിയുടെ ഒരു സ്വാധീനം നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ പിന്നെ നമ്മുടെ വനിതാ അധ്യാപകരുടെ തലയിൽ നിൽക്കുന്നു. അവർക്ക് 2-3 ദിവസം വീട്ടിൽ നിന്ന് മാറിയിക്കാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെയുള്ള ചില കെട്ടുപാടുകളിൽ ഇപ്പോഴും ഉണ്ട്. ഒരുപക്ഷെ ഈ രചനയിലൊക്കെ നന്നായി പങ്കെടുക്കാനും നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നവരാണ് നമ്മുടെ വനിതാ അധ്യാപിക സുഹൃത്തുക്കൾ. അപ്പോൾ അവർക്ക് വന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഒരുപക്ഷെ അവരെ ഇതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകമായിരിക്കാം. പക്ഷെ കഴിഞ്ഞ നമ്മൾ പരിഷ്കരണമൊക്കെ നടത്തിയപ്പോൾ ഓരോ ഗ്രൂപ്പിലേക്കും ഓരോ ടെക്സ്റ്റ് ബുക്ക് രചനാ സമിതിയിലേക്കും നമ്മൾ ആ രീതിയിലുള്ള പ്രാതിനിധ്യമാണ് 2-3 തരത്തിലാണ് നമ്മളത് ആലോചിച്ചത്. ഒന്ന്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ പുതിയ ആളുകളെയും, അങ്ങനെ അവർ കൂടെ വന്നാൽ ഒരു സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ നമുക്കൊരു 2ാം നിരയെ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും. എഴുതിയവരെന്നെ എഴുതിയാൽ അവർക്ക് മാത്രമല്ല ഈ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മിക്സഡ് ഗ്രൂപ്പിനെ നമ്മൾ ഉണ്ടാക്കണം എന്ന് പറയും. രണ്ടാമത്, മറ്റ് മേഖലയിലുള്ള പ്രാതിനിധ്യം കൂടി നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ആലോചന നടന്നിരുന്നു. കൂടാതെ ഓരോ ടീമിനകത്തേക്കും പറ്റുമെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മുടെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെയും കൂടെ പ്രാതിനിധ്യം ഉണ്ടായാൽ അവരെങ്ങനെയാണ് ഇതിനെ ഈ ഒരു പാഠഭാഗത്തെ നോക്കിക്കാണുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ഇൻക്ലൂസീവ് സെറ്റപ്പിലുള്ള ക്ലാസ് മുറിയാണ് നമ്മളിപ്പോൾ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആലോചനകൾ കൂടി നടന്നിരുന്നു. പക്ഷേ പൂർണ്ണതോതിൽ നമുക്കിപ്പോഴും
വിജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് നമ്മളൊരു സ്വയം വിമർശനം നടത്തേണ്ട ഒരു കാര്യമാണ്. രണ്ടാം ഘട്ടം പാഠപുസ്തക രചനയിലേക്ക് വരുമ്പോൾ നമ്മൾ 2, 4, 6, 8, 10 ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ തുടർച്ചയായി നടക്കുന്ന ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തക രചനയിലേക്കൊക്കെ വരുമ്പോൾ നമുക്കിത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യത്തെ അനുഭവങ്ങളുടെയും കൂടെ അടിസ്ഥാനത്തിൽ മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ആ പ്രാതിനിധ്യം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. അത് ഉറപ്പിക്കാനുള്ള ഒരു ജോലി നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സാർ, നമ്മൾ ഇപ്പം പാഠ്യപദ്ധതിയുടെ സ്ത്രീ സൗഹൃദ പാഠ്യപദ്ധതി പാഠപുസ്തകം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അതുപോലെ വളരെ പ്രധാനപ്പെട്ടാണ് ഇപ്പം പുതിയ തലമുറ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്ന് തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പം പഴയ കാലത്ത് ഉള്ളതിനേക്കാളും കൂടുതൽ ഇപ്പം ഏറ്റവും ചെറിയ ക്ലാസ്സുള്ള കുട്ടികൾ പോലും ഒരു ജീവിതം കൂടുതൽ ഒരു സ്വാശ്രയത്വത്തിലേക്ക് കടക്കണമെന്നും അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഏത് തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഒക്കെ ഒരു കോളേജ് ലെവലിലേക്ക് എത്തുമ്പോഴേക്കാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ അവരുടെ ചിന്ത പലപ്പോഴും ഗൾഫ് വിദേശ രാജ്യങ്ങളിൽ ഒക്കെയാണ്. അപ്പോൾ അതിന് അനുകരണമായ രീതിയിൽ ചില മാറ്റങ്ങളും കൂടെ പാഠ്യപദ്ധതി കൊണ്ട്, പ്രത്യേകിച്ചും തൊഴിൽ അധിഷ്ഠിതമായ പഠനം കൊണ്ടുവന്ന് അതേക്കുറിച്ചൊന്ന് സാർ വിശദീകരിക്കും. ഒരു പക്ഷേ ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ കേരളം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം നമ്മുടെ ഗാന്ധിജിയുടെ ബേസിക് എഡ്യൂക്കേഷനൊക്കെ ചർച്ച ചെയ്യുന്നൊരു കാലത്ത് അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടുകൾ ഇതൊക്കെ പറഞ്ഞതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് വൊക്കേഷണൽ എഡ്യൂക്കേഷനാണ്. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തുന്ന തുടങ്ങുന്ന സ്റ്റേറ്റ് കേരളമായിരുന്നു. VHSE തുടങ്ങിയത് 83-84 നമ്മൾ തുടങ്ങി. ആ 83-84 തുടങ്ങിയിട്ടുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം 2024 നിന്നോടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അത്രമാത്രം ഒരു വിജയകരമായി നടന്നു എന്ന് പറയുന്നത് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നടത്തിയിട്ടുള്ള വേറൊരു വിദ്യാലയങ്ങളായിരുന്നു നമ്മൾ ടെക്നിക്കൽ ഹൈസ്കൂൾ സ്കൂളുകൾ 39ഓളം വിദ്യാലയങ്ങളുണ്ട്. നമ്മളെ തിരുവനന്തപുരത്ത് നിന്നുള്ള പല അടുത്തുള്ള വിദ്യാലയത്തിൽ ഒന്ന് സന്ദർശിച്ചാൽ അതും അത്രമാത്രം ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഇപ്പം വർക്ക് ചെയ്യുന്നത് നമുക്കാണ്. അപ്പോൾ തൊഴിലിനോടുള്ള നമ്മുടെ കുട്ടികളുടെ മനോഭാവത്തിലാണോ പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളുടെ മനോഭാവത്തിലാണോ പ്രശ്നം? എന്താണ് തൊഴിൽ? ഇതൊരു തൊഴിലാണ്, ഇത് തൊഴിലല്ല, അങ്ങനെയുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഒരു പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു. ഇതിനെ എന്തായാലും മറികടന്നേ പറ്റൂ എന്നുള്ളത് ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ചർച്ചയിൽ ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്കില്ലിങ് ആവശ്യമാണ്. സ്കിൽഡായിട്ടുള്ള ഒരു പുതുതലമുറ നമുക്ക് ആവശ്യമാണ്. എന്ന് വെച്ച് മുഴുവനായിട്ട് സംവിധാനങ്ങളെ ഒരു ലേബർ ഫോഴ്സിലേക്ക് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറ്റുക എന്നുള്ളതൊന്നല്ല അതിനർത്ഥം. വിമർശകർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കമ്പോളത്തിന് തൊഴിലാളികളെ സൃഷ്ടിക്കാനാണോ വിദ്യാഭ്യാസം എന്നുള്ളത്. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഈ നമ്മുടെ തൊഴിൽ നേടുക എന്നുള്ളത്, തൊഴിലുണ്ടാക്കുക, ഒരു ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഡെവലപ്മെൻറ്റ് സംഭവിക്കുക എന്നുള്ളത്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഈ ഒരു പാഠ്യപദ്ധതിയിലൂടെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ 5, 7, 9 ക്ലാസ്സുകളിൽ ഇപ്പോൾ തന്നെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വർക്ക് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ്റെ ടെക്സ്റ്റ് ബുക്കിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട 11ഓളം ഏരിയകളാണ് അതിൽ നമ്മൾ കൊടുത്തത്. അതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഭക്ഷ്യസംസ്കരണം, നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരം, പുതിയ മീഡിയേൻ്റെ ഒരു അവസരങ്ങളെ സംബന്ധിച്ച്, പ്ലംബിംഗ്, നമ്മുടെ ആ കാര്യങ്ങൾ, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഫിനാൻഷ്യൽ ലിറ്ററസി, ഇങ്ങനെയുള്ള മേഖലകളെ, ധനകാര്യം, ആ മേഖലകളൊക്കെ ആണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു കാര്യത്തെ പൂർണ്ണമായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ ഒരുപക്ഷെ നമുക്ക് പരിമിതി ഉണ്ടാവാം. കാരണം ആളുകൾ ആദ്യം ചോദിക്കുക പുസ്തകം ഇറക്കിയല്ലോ ഇവിടെ ടീച്ചേഴ്സ് എന്നിരിക്കും. അതായിരിക്കും നമ്മുടെ ആദ്യത്തെ ചോദ്യം. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെ മറ്റ് സംവിധാനങ്ങൾ, സമഗ്ര ശിക്ഷ ഉൾപ്പെടെയുള്ള ഓരോ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സൊക്കെ രൂപീകരിക്കാൻ വേണ്ടി പോകുന്നു. അതിനെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷനുള്ള VHSE ഉള്ള വിദ്യാലയങ്ങൾ അവരുടെ റിസോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ലോക്കൽ റിസോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊന്ന് ശ്രമിച്ചാൽ, കേരളത്തിൻ്റെ ഒരു മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ PT അടക്കമുള്ള സംവിധാനങ്ങൾ ശ്രമിച്ചാൽ നമുക്കതിനെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ തൊഴിലിനോടുള്ള മനോഭാവത്തിലുള്ള മാറ്റം ചെറിയ ക്ലാസ്സിൽ ഉണ്ടാവണം എന്നുള്ളത് അതിലൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ പുതിയ പാഠ്യപദ്ധതി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് പറയാം വരുന്ന മാസങ്ങളിലാണ് നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. സാറേ, നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതിയായിട്ട് പലരും ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ ക്ലാസ് മുറികളാണ്.
ക്ലാസ് മുറികൾ സർഗാത്മകമാകുന്നില്ല എന്നുള്ളൊരു പരാതി പഠനം വളരെ വിരസമാകുന്നുണ്ട്. അപ്പോൾ നേരത്തെ യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ചൂണ്ടിക്കാണിച്ചത് ഒന്ന്, ക്ലാസ് മുറികളിൽ പ്രത്യേകിച്ചും പ്രൈമറി വിഭാഗത്തിൽ കുട്ടികൾ കളിച്ചും രസിച്ചും രുചിച്ചും മണത്തൊക്കെ പഠിക്കണം എന്നത് ഒരു സാമ്പ്രദായികമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ക്ലാസ് മുറികളിൽ ഇപ്പം SCRTയുടെ നേതൃത്വത്തിലൊക്കെ നടക്കുന്ന ഇപ്പോഴത്തെ അധ്യാപക പരിശീലനത്തിൻ്റെ നമ്മൾ ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിൽ അധ്യാപകർ ഡാൻസ് ചെയ്യുന്നു, റീൽസുകൾ വരുന്നു, അവർ പാട്ട് പാടുന്നു ഒക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനെ പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും നാടകം പിന്നെ ട്രെയിനിങ്ങിനിടെ നാടകം ചെയ്യാനും ഒക്കെ കഴിയുന്ന, അഭിനയിക്കാനൊക്കെ കഴിയുന്ന അധ്യാപികമാർ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അധ്യാപകർ എന്തുകൊണ്ടാണ് ക്ലാസ് മുറികളിലെത്തുമ്പം പരാജയപ്പെട്ടു പോകുന്നത്? അവർക്ക് എന്താണ് അതിനുള്ള പരിമിതി? നമ്മുടെ സിലബസിൻ്റെ പ്രശ്നമാണോ, അതല്ല അവരുടെ ഈ അധ്യാപകരുടെ മനോഭാവത്തിൻ്റെ പ്രശ്നമാണോ? അതിൽ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ പുതിയ ഒരു പാഠ്യപദ്ധതി നമ്മൾ ചട്ടക്കൂട് നമ്മൾ രൂപീകരിച്ചപ്പോൾ അതിൽ നമ്മൾ പിന്നെ പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ 21st സെഞ്ച്വറി സ്കിൽസിനെയാണ്. 21ാം നൂറ്റാണ്ടിൽ ഓരോ കുട്ടിയും ആർജിക്കേണ്ട അടിസ്ഥാനപരമായ ശേഷികൾ യുനെസ്കോ അടക്കമുള്ള ഏജൻസികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള എല്ലാ ഏജൻസികളും അത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതിലുള്ള പ്രധാനപ്പെട്ട ഒന്ന് ക്രിയേറ്റിവിറ്റിയാണ്. രണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്, കമ്മ്യൂണിക്കേഷനാണ്, കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്. ഈ 4 Cനെ കുറിച്ചാണ് അവർ പറയുന്നത്. ഇത് വേണമെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഒരു ഫ്രീഡം കിട്ടുന്ന, കുട്ടിക്ക് ഫ്രീഡം കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്ലാസ് റൂമിലുണ്ടായാലും നമുക്കൊരു ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ച് ചോദിക്കാൻ പറ്റും. കുട്ടിക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമില്ലെങ്കിൽ അതൊരിക്കലും വിമർശനാത്മകമായിട്ടൊരു ബോധനത്തിലേക്ക് എത്തില്ല. അപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഈ പറയുന്ന തിയററ്റിക്കലി 2007 മുതൽ ഈ പറയുന്ന ക്രിട്ടിക്കൽ പെഡഗോഗിയും വിമർശനാത്മക ബോധനശാസ്ത്രത്തെയും ഇന്ത്യയിൽ തന്നെ പോപ്പുലറൈസ് ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ളത് കേരളമാണ്. അന്ന് NCERT ഒക്കെ കേരളത്തിൻ്റെ ആ ഒരു പാഠ്യപദ്ധതിയായിരുന്നു മോഡലായിട്ട് കണ്ടു നടന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള നമ്മളെ 10-15 വർഷത്തെ അനുഭവത്തിൻ്റെ, ക്ലാസ് റൂം അനുഭവത്തിൻ്റെ ഒരു അനുഭവം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താണോ തിയററ്റിക്കലായിട്ട് വിഭാവനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് റൂമിനകത്തേക്ക് കൃത്യമായി എത്തുന്നുണ്ടോ എന്നുള്ളൊരു സ്വയം വിമർശനം നമ്മൾ ഈ ഒരു പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പരിശീലനങ്ങളുടെ ഭാഗമായിട്ട് അവിടെ ടീച്ചിങ് ഈസ് ആൻ ആർട്ട് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് പരിശീലനം. അവിടെ പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, നാടകം പറയുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, ചിത്രം വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടാലിറ്റി എന്ന് പറയുന്ന ഒന്നിനെ അഡ്രസ്സ് ചെയ്യാനാണ് നമ്മൾ പരിശീലനങ്ങളോട് ശ്രമിക്കാറ്. പക്ഷേ ഇത് ക്ലാസ് മുറിയിലേക്ക് എത്തുമ്പോൾ ടീച്ചർ എന്തോ ഒരു വൈമുഖ്യം, എല്ലാവരും എന്നല്ല പറയുന്നത്, ഒരു ചെറിയ ഒരു ന്യൂനപക്ഷം ഇതൊക്കെ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട് കേരളത്തിൽ. പക്ഷേ ഒരു ഭൂരിപക്ഷം അധ്യാപകരും അത്തരത്തിലേക്ക് പോകുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടാവാം. ആ കാരണങ്ങൾ നമ്മൾ വീണ്ടും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സാറേ, ഇപ്പം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചൊരു കാര്യം, ഹയർ സെക്കൻഡറി മേഖലയിൽ പുതിയ പാഠ്യപദ്ധതിയും അവർക്ക് പുതിയ പാഠപുസ്തകങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സാധാരണ NCERTയുടെ പാഠ്യപദ്ധതിയും അവരുടെ പാഠപുസ്തകമാണ് നമ്മൾ കേരളം, മറ്റു പല സംസ്ഥാനങ്ങളെ പോലെ കേരളവും പിന്തുടരുന്നത്. എന്നാലും നമ്മുടേതായ കുറേ സവിശേഷമായ സബ്ജക്റ്റുകളുണ്ട്. ഇപ്പം 4 വർഷ ബിരുദ കോഴ്സ് ഇപ്പം ഈ അധ്യയന വർഷം മുതൽ തുടങ്ങിയിരിക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻറ്റുകളിൽ ഒന്ന് തൊഴിൽ കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ രീതി എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് ഏത് മേഖലയിലേക്കും അവർക്ക് തിരഞ്ഞെടുക്കാവുന്നത്. അപ്പം നമ്മുടെ +2 കുട്ടികളാണ്, +2 കഴിയുന്ന കുട്ടി നേരെ പോകുന്നത് ബിരുദ പഠനത്തിലേക്കാണ്. കൂടുതൽ പേരും ഹയർ എഡ്യൂക്കേഷൻ പ്രൊഫഷനിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ പോലും ജനറലി ഹയർ എഡ്യൂക്കേഷനാണ്. ഇപ്പം നിലവിലെ നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ രീതി, ഇപ്പം നമ്മൾ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ നമ്മൾ പഠിച്ച് സാധാരണ മുമ്പ് പഠിച്ച് നേരെ പോയിരുന്ന കോളേജിലേക്ക് പോകുമ്പോൾ ഏതാണ്ടൊക്കെ ഒരു സമാനമായിരുന്നു, ക്ലാസ് റൂം വിദ്യാഭ്യാസമായിരുന്നു. അപ്പം പുതിയ 4 വർഷ ബിരുദത്തിൽ ക്ലാസ് റൂമുകൾക്ക് പുറത്തുള്ള വിദ്യാഭ്യാസം പറയുന്നുണ്ട്, പ്രത്യേകിച്ചും ട്രെയിനിങ്ങുകളൊക്കെ പറയുന്നുണ്ട്, ഇന്റേൺഷിപ്പുകളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ നിന്ന് പെട്ടെന്ന് വേറൊരു വിടുതലിലേക്ക് കുട്ടികൾ പോവാണ്. അപ്പോൾ ഈ ഹയർ സെക്കൻഡറി പിന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇതിന് അനുപൂരകമായ രീതിയിൽ അതിലേക്ക് പോകത്തക്ക രീതിയിലേക്കുള്ള ഒരു മാറ്റമായിരിക്കും ഹയർ സെക്കൻഡറിയിലെ പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് വരാം. ഹയർ സെക്കൻഡറിയിലെ ഒരു പാഠപുസ്തകങ്ങൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന 44 ടൈറ്റിലുകളുണ്ട്. +1നും നമ്മുടെ 12ലും 11ലും 12ലും
ഈ 44 ടൈറ്റിൽ എന്ന് പറഞ്ഞ എല്ലാ മേജർ വിഷയങ്ങളും NCERT തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളാണ്. ഈ മേജർ വിഷയങ്ങളുടെ പാഠപുസ്തകം, ഇപ്പോൾ ഹിസ്റ്ററിയും എക്കണോമിക്സും നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ്, സയൻസിൻ്റെ എല്ലാ വിഷയങ്ങളും, ഈ പുസ്തകങ്ങളൊക്കെ 2005 കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. എന്ന് പറഞ്ഞാൽ അന്നത്തെ ആളുകളുടെ അതേ പേരും ലിസ്റ്റുമാണ് ആ പുസ്തകം നോക്കി ഇപ്പോഴും കാണാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ എത്ര വർഷമായി എന്നൊന്നും ആലോചിച്ച് നോക്കും. അപ്പോൾ അതിങ്ങനെ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. NCERT ഓരോ വർഷവും കുറച്ച് അഡീഷനും ഡിലീഷനും എല്ലാം വരുന്നുണ്ട്. എന്നിരുന്നാലും ആ കണ്ടൻറ്റ് പൂർണ്ണമായിട്ടും അതേപോലെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നടത്തുന്ന പാഠ്യപദ്ധതിയുടെ പരിഷ്കരണത്തിൻ്റെ തുടർച്ച എന്നോണം സ്റ്റേറ്റ് SCERT ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ കുറേ പുസ്തകങ്ങളുണ്ട്. അത് ലാംഗ്വേജാണ് കൂടുതൽ. ലാംഗ്വേജ്, അതുപോലെ തന്നെ റയർ വിഷയങ്ങളായിട്ടുള്ള ആന്ത്രപ്പോളജി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, ഗാന്ധി സ്റ്റഡീസ് തുടങ്ങിയിട്ടുള്ള സോഷ്യൽ വർക്ക്, അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ. ആ പരിഷ്കരണമാണ് ആദ്യഘട്ടം നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ ബിരുദ പഠനങ്ങൾ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പരിഷ്കരണം കേരളത്തിൽ നടന്നു കഴിഞ്ഞു. അപ്പോൾ 4 ഇയർ ഇൻ്റഗ്രേറ്റഡിലേക്ക് പോകുന്നു. നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ ITEP എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു. എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ ഉടനെ തന്നെ ITEP, ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, 4 വർഷ സംയോജിത ഡിഗ്രിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ 11ഉം 12ലും അതിൻ്റെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. അത്തരത്തിലുള്ളൊരു മാറ്റങ്ങളിലേക്ക് പോകണമെങ്കിൽ സ്ട്രക്ചറലായിട്ടുള്ള ചില ചേഞ്ചസിലേക്ക് നമ്മൾ പോകേണ്ടി വരും. കാരണം ഒരേ സമയം തന്നെ നമ്മുടെ ചില സ്ട്രെങ്ത്ത് മാറ്റങ്ങളിലേക്ക് പോകാൻ ചില തടസ്സങ്ങളുമാണ് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപക്ഷെ വിഷയങ്ങളിലുള്ള മാറ്റം, കോമ്പിനേഷനിലുള്ള മാറ്റം, ചില വിഷയങ്ങൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ട് കുട്ടിക്ക് തന്നെ സെലക്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ, അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയത്തിലേക്ക് വന്നു നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു മാറ്റത്തെക്കുറിച്ച് കേരളം വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, നമ്മുടെ സംസ്ഥാനം ഒരു ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാണ്. ഈ നമ്മുടെ വിദ്യാലയങ്ങളും ഭിന്നശേഷി, ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കുട്ടികൾ, ഈ ഭിന്നശേഷി കുട്ടികൾക്ക് പഠിക്കുന്നുണ്ട്. അവർക്ക് സ്പെഷ്യൽ അധ്യാപകരുണ്ട്. പക്ഷേ ഈ ഭിന്നശേഷി കുട്ടികൾ പലപ്പോഴും നമ്മുടെ സാധാരണ കുട്ടികൾ പഠിക്കുന്ന സിലബസ് തന്നെയാണ് ഇതുവരെ പഠിച്ചത്. ഇപ്പം 10ാം ക്ലാസ്സിൽ അവർക്ക് സ്ക്രൈബ്സിനെ വെക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ഇപ്പം ഒരു സാധാരണ ലെവലിലുള്ള കുട്ടി പഠിക്കുന്നത് തന്നെയാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റം പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ സ്കൂളുകളിൽ, പല സ്കൂളുകളിലും നമ്മളതെല്ലാം പറയുമ്പോഴും ഭിന്നശേഷി കുട്ടികളെ ഒരു അരികുവൽക്കരിക്കുന്ന, ഇപ്പം കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്നാണ് അരികുവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തുന്നതാണ്. പ്രത്യേകിച്ചും സാർവത്രികവും സൗജന്യവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന വിദ്യാഭ്യാസം, അത് ആദിവാസി ഗോത്ര വിഭാഗങ്ങളാവാം, അത് പോയി മത ന്യൂനപക്ഷ വിഭാഗങ്ങളാവാം, ഈ തീരദേശത്തുള്ളവരാവാം, അങ്ങനെ വളരെ പ്രയാസങ്ങൾ നേരിടുന്ന വിഭാഗങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തുന്നതാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്. പക്ഷേ ഭിന്നശേഷി കുട്ടികൾക്ക് പലപ്പോഴും ആ കുട്ടികളെ വേണ്ടത്ര സ്കൂൾ, അത് പലപ്പോഴും ആ സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ മാത്രം ചുമതലയാണ്, അവർ മാത്രമാണ് ചെയ്യേണ്ടത്. അവർക്കൊരു പിക്നിക്ക് പോകണമെങ്കിൽ, ഒരു ബസ് വിട്ടിട്ടുണ്ടെങ്കിൽ പോലും പ്രധാന അധ്യാപകരുടെയും മറ്റും പിറകെ നടക്കേണ്ട ഒരു സാഹചര്യം. അവരെ ഒന്നും കൂടെ നമ്മൾ പരിഗണിക്കേണ്ട പാഠ്യപദ്ധതിയിൽ എന്തെങ്കിലും മാറ്റം അവർക്ക് വേണ്ടി വന്നിട്ടുണ്ടോ? ഭിന്നശേഷി മേഖലയിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ ഏറ്റവും കൂടുതലായി മുന്നോട്ട് പോയിട്ടുള്ളൊരു സ്റ്റേറ്റ് കേരളമാണ്. നമ്മൾ മറ്റ് പല യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത്, ദേശീയ തലത്തിലുള്ള നമ്മുടെ ഹെഡ്സിൻ്റെ മീറ്റിങ്ങൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് മറ്റ് സ്റ്റേറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ അത്ഭുതം തോന്നിപ്പോകും. അവിടെയൊന്നും ഈ ഒരു കുട്ടികളില്ലേ എന്നുള്ളത്. പക്ഷേ ആദ്യഘട്ടം നമ്മൾ വിജയകരമായിട്ട് മറികടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പഴയ കാലത്ത് ഇത്തരത്തിലുള്ള കുട്ടികളെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്തുക, അവരെ പുറം ലോകം കാണിക്കാതിരിക്കുക, അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ നിന്നും രക്ഷിതാക്കൾ ഒരുപാട് മാറിയിട്ടുണ്ട്, പൊതുസമൂഹം മാറിയിട്ടുണ്ട്. ആ രീതിയിൽ അതിനെ മറികടന്ന് ആ കുട്ടികൾ പതുക്കെ വിദ്യാലയങ്ങളിലെത്തുന്നു. കിടപ്പിലായിട്ടുള്ള കുട്ടികൾക്ക് പോലും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ സമഗ്രശിക്ഷയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഗൃഹാന്തരീക്ഷ പഠനം എന്നുള്ള രൂപത്തിൽ കൊടുക്കുന്നു. അവരൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് സജ്ജീകരിച്ച് കൊടുക്കുന്നു. ഓൺലൈനിലൂടെ പഠനം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതൊക്കെ ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഇപ്പോൾ എല്ലാ ജില്ലകളിലും BRC തലങ്ങളിലുമൊക്കെയുള്ള ഒരു മോഡൽ ഓട്ടിസം സെൻറ്റേഴ്സ് വളരെ വിജയകരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നിലയിലേക്ക് വരുന്നു.
അതിലെങ്ങനെയാണ് ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കുറച്ചും കൂടെ കൂടുതൽ കുട്ടികൾക്ക് ലളിതമായിട്ടും അവരെ കുറച്ചും കൂടെ അടുപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നു. ഇതൊക്കെ കേരളം നടത്തിയിട്ടുള്ള പുതിയ പുതിയ ചുവടുവെപ്പുകളാണ്. അതോടൊപ്പം തന്നെ താങ്കൾ സൂചിപ്പിച്ചിട്ടുള്ളൊരു പ്രശ്നം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളൊരു സംശയം നമ്മളെയൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുട്ടി സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻക്ലൂസീവ് സെറ്റപ്പിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂസീവ് വിദ്യാലയം ക്ലാസ് മുറികളിലേക്ക് വന്നിട്ടുണ്ട്. ഇൻക്ലൂസീവ് സ്കൂളായിട്ട് മാറിയിട്ടുണ്ട്. അതൊരു സത്യസന്ധമായ കാര്യം. എല്ലാ പുതിയ വിദ്യാലയങ്ങളും നമ്മുടെ ബിൽഡിങ്ങിലൊക്കെ കിട്ടുമ്പോൾ ബാരിയർ ഫ്രീ ആണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്യുന്നത്, ഇൻഫ്രാസ്ട്രക്ചറായിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇൻക്ലൂസീവ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലേക്ക് അത് പരിവർത്തനം ചെയ്തു എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഒരു പക്ഷേ പൂർണ്ണമായിട്ടും ആ ഒരു മറുപടി പറയാൻ സാധിക്കില്ല. അത് അധ്യാപകർ കുറച്ചും കൂടെ ആ ഒരു ട്രെയിനിങ് ലഭിക്കേണ്ടതുണ്ട്. എല്ലാ അധ്യാപകർക്കും ആ മേഖലയിലുള്ള ട്രെയിനിങ്, നമ്മളെല്ലാ ട്രെയിനിങ്ങിലും അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും നമുക്കിപ്പോഴും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ തുടർച്ചയായിട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള പരിശീലനങ്ങളിലൂടെ ഒരു പക്ഷേ ഈ ഒരു നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യത്തെ മറികടക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ SCERT എടുത്തിട്ടുള്ളത് ഈ സ്പെഷ്യൽ സ്കൂളുകൾക്ക്, പ്രത്യേകിച്ചും ഈ നമ്മൾ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ പഠിക്കുന്ന കേരളത്തിലെ സ്പെഷ്യൽ സ്കൂൾസ്, NGOs ഒക്കെ നടത്തുന്ന സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. 3 മേഖലയുള്ള ഈ ഭിന്നശേഷി കുട്ടികൾ കുറേ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്കൂളുകളുണ്ട്, എയ്ഡഡായിട്ടും എയ്ഡഡും സർക്കാർ സ്കൂളുകളുണ്ട്. ഇത് കൂടാതെ NGOs നടത്തുന്ന ഒരുപാട് അവിടെ കൂടുതലും ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളാണ്. ആ കുട്ടികളിൽ നല്ലൊരു ശതമാനം എന്ന് പറയുന്നത് ഒരു IQ ലെവലിൽ പരിശോധിക്കുമ്പം ഒരു മോളുടെ അല്ലെങ്കിൽ പ്രൊഫൗണ്ട് സിവിയർ ലെവലിലുള്ള കുട്ടികളാണ്. അവർക്ക് ഇതുവരെ ഒരു കൃത്യമായ സിലബസോ ഒന്നും ഇല്ല. അത് ഈ തവണ കഴിഞ്ഞ 2 വർഷമായി SCERT അതിൻ്റെ പിറകിലാണ്. അതിനുവേണ്ടി ശില്പശാല നടത്തി. സാർ, അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ്? അത് പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന പ്രത്യേകിച്ചും സ്പെഷ്യൽ വിദ്യാലയങ്ങൾ, അപ്പോൾ അത് ഏറ്റവും കൂടുതലായിട്ട് NGOസും അതുപോലെ തന്നെ സംഘടനകൾ നടത്തുന്ന വിദ്യാലയങ്ങളാണ് കൂടുതൽ. അപ്പോൾ സർക്കാർ അവർക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് കരിക്കുലവുമായി ബന്ധപ്പെട്ട് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് SCERTയുടെ നേതൃത്വത്തിൽ തന്നെയാണ് വലിയൊരു കോൺക്ലേവ് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയത്. എല്ലാവരും പങ്കെടുത്തു, അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അതിൽ നിന്നും കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെ നമ്മൾ അതേപോലെ കുറേയൊക്കെ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചു. അവർക്കുള്ള പാഠ്യപദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇതുവരെ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ അതിലൊരു സ്റ്റെപ്പ് എടുത്തിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തന പുസ്തകങ്ങളുടെ ആദ്യഘട്ടം നമ്മൾ കൊടുക്കുകയും അതിപ്പോൾ ക്ലാസ് റൂമിൽ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2ാം ഘട്ടത്തിൻ്റെ ഇതിപ്പോൾ തയ്യാറായി വരുന്നു. അത് ഉടൻ തന്നെ നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ട് അവരുടെ വിദ്യാലയങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അവരുടെ ആവശ്യം തന്നെ ആയിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ വേണം. അപ്പോൾ അത് നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം സ്പെഷ്യൽ സ്കൂളിലുള്ള നമ്മുടെ ടീച്ചേഴ്സിന് നമ്മളിപ്പോൾ പരിശീലനങ്ങൾ കൊടുത്തു. അത് ഒരു നല്ലൊരു തുടക്കമായിട്ട് നമ്മൾ അതിനെ കാണാം. എന്ന് പറഞ്ഞാൽ അവരെയും കൂടെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മെയിൻ സ്ട്രീമിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളുകളാണ് ആ ടീച്ചേഴ്സും എന്നുള്ളതുകൊണ്ട് ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ SCERT തന്നെയാണ് ആ പരിശീലനത്തിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് അതിൻ്റെ ഒരു 2ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്ന് വേണമെങ്കിൽ പറയും. ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ പൊതുവിദ്യാഭ്യാസ രംഗം നമ്മൾ പൊതുവെ പറയുമ്പോഴേ ഒരുപാട് മികവിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ചില പരിമിതികളുണ്ട്. എല്ലാത്തിനുള്ളതുപോലെ ചില ഒരു സെറ്റ്ബാക്ക് വിദ്യാഭ്യാസം, അത് ഏറ്റവും പ്രധാനപ്പെട്ട വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഭാഷാ പഠനത്തിൻ്റെ പ്രശ്നമാണ്. മുമ്പ് അക്ഷരങ്ങളിൽ നിന്ന് ആശയങ്ങളിലേക്ക് പോകുന്നത് തിരിച്ച് ഇപ്പോൾ ആശയങ്ങളിൽ നിന്ന് അക്ഷരങ്ങളിൽ, ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ പോലും പിന്നെ അവരുടെ ആൻസർ ഷീറ്റിൽ പോലും അക്ഷരങ്ങൾ നോക്കുക, അതിൽ ഉത്തരം ഉണ്ടോയെന്ന് മാത്രം നോക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ക്ലാസ് റൂമുകളിലാകട്ടെ നമ്മുടെയൊക്കെ പിള്ളേരുടെ നോട്ട്ബുക്ക് പോലും നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ആദ്യം അധ്യാപകർ നോക്കിയിരുന്നത് അക്ഷരത്തെറ്റുണ്ടോയെന്നാണ്. അതുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ റെഡ് മാർക്ക് ചെയ്ത് ചിലപ്പോൾ 100 തവണ എഴുതി കൊണ്ടുവരാൻ പറയും, ഹോംവർക്ക് തരും. പക്ഷേ ഇപ്പോൾ അതൊന്നും നമ്മുടെ ക്ലാസ് മുറികളിൽ നടക്കുന്നില്ല. അപ്പം മറ്റൊന്ന്, ഇപ്പം ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളും മിക്കുന്നത്. അപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളായതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷും ഉറയ്ക്കുന്നില്ല, മാതൃഭാഷ മലയാളം ഉറയ്ക്കുന്നില്ല. അപ്പോൾ ഇതൊരു വലിയ പരിമിതിയില്ല. ഇപ്പം SSK ഒക്കെ ഹൈ ഇംഗ്ലീഷ്, സൂര്യൽ ഹിന്ദി, ഇങ്ങനെ കുറേ സ്കീമുകൾ നമുക്കുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഭാഷാ പഠനത്തിൽ
പിറകിൽ പോകുന്നത്? അത് SCERT അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു കുറേ കാര്യങ്ങൾ ഒരുപക്ഷെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടും പത്രമാധ്യമങ്ങൾ പിന്നെ പറയുന്ന വിമർശനങ്ങളായിട്ടും നമ്മൾ നിത്യേന കേൾക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് വരുന്ന, പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ശേഷി നേടുന്നതിൽ അവർ പരാജയപ്പെട്ട് പിന്നോക്കം പോകുന്നു എന്നുള്ളത്. കഴിഞ്ഞ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ് ഈ ആശയാവതരണ രീതി, നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതിന് എതിരായിട്ടുള്ള കുറേ വിമർശനങ്ങളുണ്ടായിരുന്നു. കുട്ടികൾക്ക് പിന്നെ എഴുത്തും വായനയും അറിയില്ല എന്നുള്ള വിമർശനം പത്രമാധ്യമങ്ങളും കേരളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാർ ഉൾപ്പെടെ ഉന്നയിച്ചു. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു പക്ഷേ കഴിഞ്ഞ തവണ തന്നെ അത്തരത്തിലുള്ളൊരു നിർദ്ദേശം വന്നത് അക്ഷരമാല നിർബന്ധമായും കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ അത് നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ള എല്ലാ പാഠപുസ്തകങ്ങളിലും അക്ഷരമാല 1ലും 2ലും ഒക്കെ നമ്മളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആശയാവതരണ രീതിയിലും അക്ഷരങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശമൊന്നും ആരും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഫീൽഡിലുണ്ടായോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണോ ഇത് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുഞ്ഞെഴുത്തുകളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൈറ്റിൻ്റെ വിക്കിയിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ 1ാം ക്ലാസ്സിലെ മിക്ക കുട്ടികളും അവരെഴുതിയിട്ടുള്ള അവരുടെ സ്വന്തം കാര്യങ്ങളെ നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പിന്നെ പ്രദർശിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം. അപ്പോൾ കുട്ടികൾക്ക് എഴുതാനുള്ള ശേഷിയുണ്ട്. ആ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ വർഷം നമ്മൾ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കിയതും അതിനനുസരിച്ചിട്ടുള്ള ടീച്ചർ ടെക്സ്റ്റ് ഡെവലപ്പ് ചെയ്തതും പരിശീലനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള ലിമിറ്റേഷനെ മറികടക്കാൻ കഴിയുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഭാഷാ പഠനത്തിൽ തീർച്ചയായിട്ടും ഭാഷയെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഭാഷ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കേൾക്കുകയും കാണുകയും കേൾക്കുകയും LSRW നമ്മൾ പറയുന്ന ആ തിയറം വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ കുട്ടികൾ ഭാഷ ഉപയോഗിച്ചാൽ മാത്രമേ കുട്ടിക്ക് ഭാഷയെ കൈകാര്യം ചെയ്യാൻ പറ്റൂ. ആ ഒരു സ്പേസ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടത് ക്ലാസ് മുറികളിലാണ്. അത് ടീച്ചേഴ്സ് ഏറ്റെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. സമരശിക്ഷയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഹലോ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, മധുരം മലയാളം ഉണ്ടായിരുന്നു, ഗണിതശാസ്ത്രത്തിന് പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു, സുലീരി ഹിന്ദി ഉണ്ടായിരുന്നു, മധുവാണി എന്ന് പറഞ്ഞിട്ട് സംസ്കൃതത്തിനുണ്ട്. എല്ലാ മേഖലകളിലേക്കും നമ്മൾ പ്രത്യേക അഡീഷണൽ പദ്ധതികളും പ്രോഗ്രാമുകളും കൊടുത്ത ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ അതെന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ പ്രോഗ്രാമിൻ്റെയൊക്കെ റിസൾട്ട് യഥാർത്ഥത്തിൽ ഫീൽഡിൽ ഉണ്ടാവാത്തതെന്നുള്ളത് അതാത് ഏജൻസികൾ നടത്തുന്ന പ്രോഗ്രാമിൽ അവർ തന്നെ അത് പരിശോധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. യഥാർത്ഥത്തിൽ SCERT അത്തരത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് എന്തായാലും നമ്മൾ ശേഖരിക്കുന്നുണ്ട്. ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. ആ ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് വീണ്ടും നമ്മളെ ഇതിലേക്ക് ചില മാറ്റങ്ങളിലേക്കൊക്കെ കൊണ്ടുവരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. നമുക്ക് തുടക്കത്തിലേക്ക് തന്നെ വരാം. ഇപ്പം നമ്മുടെ പാഠ്യപദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു മേന്മയായി നമ്മൾ പറഞ്ഞത് സ്ത്രീ പുരുഷ സൗഹൃദാന്തരീക്ഷം നമ്മുടെ പാഠ്യപദ്ധതിയിലും പാഠപുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോഴും 230ഓളം ആൺപെൺ പള്ളിക്കൂടങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നിലവിലുണ്ട്. നമ്മുടെ തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ നിലവിലുണ്ട്. അപ്പം ആൺകുട്ടികൾക്ക് മാത്രമുള്ള സ്കൂളുകളും പെൺകുട്ടികൾക്കുള്ള സ്കൂളുകളും. ചില സ്കൂളുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളുണ്ടെങ്കിലും ക്ലാസ് മുറികൾ ഇപ്പോഴും ആൺകുട്ടികൾക്ക് വേറെ ക്ലാസ് മുറി, പെൺകുട്ടികൾക്ക് വേറെ ക്ലാസ് മുറികളാണ്. കേരളത്തിലെ ചില സ്കൂളുകൾ എന്തിനേറെ സ്റ്റാഫ് റൂമുകൾ പോലും ഉണ്ട്. അറിയുന്ന ചില സ്കൂളുകളിൽ പോലും സ്റ്റാഫ് റൂമുകൾ പോലും ഇപ്പം സാർ എന്നാണ് ഈ മതിലുകൾ പൊളിയുക? ഇപ്പം ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഇതിൻ്റെ പതാകവാഹകരാണ് അധ്യാപകർ. ഈ അധ്യാപകർക്ക് വേണ്ടി അധ്യാപകരിലൂടെയാണ് നമ്മൾ ഈ വിദ്യാർത്ഥികളെ പുതിയ ലോകത്തേക്ക് നയിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ അധ്യാപകരിൽ പോലും അധ്യാപകർക്ക് പോലും ഒരു സ്കൂൾ അധ്യാപകർക്ക് പോലും ഒരുമിച്ചിരിക്കാൻ അവർക്ക് മനസ്സ് വരുന്നില്ല. ഞങ്ങൾക്ക് ഒരു സ്റ്റാഫ് റൂം മതി എന്ന് അധ്യാപകർക്ക് പോലും എന്തുകൊണ്ടാണ് തോന്നുന്നത്? അപ്പോൾ ഈ മതിലുകൾ, ഈ സ്റ്റാഫ് റൂമുകളുടെ മതിലുകൾ, ആൺപെൺ പള്ളിക്കൂടങ്ങളുടെ മതിലുകൾ, ഇത് പൂർണ്ണമായി ഇപ്പം നമ്മുടെ സർക്കാരിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് സ്കൂളുകൾ മിക്സഡ് ആക്കുക, എല്ലാ സ്കൂളുകളും മിക്സഡ് ആവണം, ജെൻഡർ ന്യൂട്രലിലേക്ക് പോകണം. അതിൻ്റെ ഭാഗമായി പിന്നെ ആവശ്യപ്പെടുന്ന സ്കൂളുകൾക്കൊക്കെ വെറ്റവസാന ആറ്റിങ്ങൽ സ്കൂളുകൾക്കൊക്കെ സർക്കാർ അനുമതി കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റാഫ് റൂമുകളിലൊക്കെ ഈ ഒരു ഇത് വരണ്ടേ, ഈ ഒരു സമത്വ ഭാവന വരണ്ടേ? ഇത് കണ്ടല്ല നമ്മുടെ കുട്ടികൾ വളരുന്നത്. തീർച്ചയായിട്ടും ഇത് കേവലമായിട്ട് ഏതെങ്കിലും ഒരു ഉത്തരവിറക്കുന്നതിലൂടെയോ ഒരു തീരുമാനം എടുക്കുന്നതിലോ മാറാൻ പറ്റുന്നൊരു വിഷയമാണെന്ന് നമുക്ക് തന്നെ അത് തോന്നുന്നില്ല.
അത് യഥാർത്ഥത്തിൽ സ്വയം ഇവോൾവ് ചെയ്ത് വരേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ക്ലാസ് റൂമിലുള്ള ഇരിപ്പിടത്തെ സംബന്ധിച്ച് നമ്മൾ ചെറിയൊരു ചോദ്യം നമ്മുടെ സമൂഹ ചർച്ചക്കുറിപ്പിൻ്റെ ഭാഗമായിട്ട് അതിൽ ഉൾപ്പെടുത്തിയപ്പോൾ കേരളത്തിൽ വലിയൊരു വിവാദത്തിന് ചെറിയ തലത്തിലെങ്കിലും അത് തുടക്കം കുറിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചൊരു ചോദ്യം, ക്ലാസ് റൂമിലുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇരിപ്പിടം സജ്ജീകരിക്കുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായി ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കേണ്ടതുണ്ടോ, അതിലിനി എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, ഒരു ചോദ്യം സമൂഹത്തിന് മുമ്പിലേക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ആൺപെൺ വ്യത്യാസമില്ലാതെ ഇരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ക്ലാസ് മുറികളെ നമുക്ക് കാണാൻ പറ്റും. അവിടെ അങ്ങനെ പ്രത്യേകം ബെഞ്ചുകളോ കോളേജുകളിലൊക്കെ എല്ലാ സ്ഥലം ഉന്നത വിദ്യാഭ്യാസ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ചില വിവാദങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിമുളച്ച് വരികയുണ്ടായി. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ക്ലാസ് റൂമിനകത്തെ പഠനത്തിൽ ഇതൊരു ഘടകമാണ് എങ്കിൽ സ്വയം ആയിട്ട് അത് ഇവോൾവ് ചെയ്ത് ആൺകുട്ടിയും പെൺകുട്ടിയും ഗ്രൂപ്പായിരിക്കുകയും വ്യത്യാസങ്ങളില്ലാതെ ഇരിക്കുകയും ഒരു ഗ്രൂപ്പ് ലേണിൻ്റെ ഭാഗമായിട്ട് അവർ സ്വയമേവ അത് സംഭവിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കൃത്യമായിട്ടൊരു ഓർഡറിലൂടെ ഈ പറയുന്ന ഒരു ജെൻഡർ സെൻസിറ്റീവായിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്ക് പോകാൻ കഴിയുമെന്ന്, അങ്ങനെ ഒരു ഓർഡർ ഇറക്കിയിട്ട് ഒരു ഉത്തരവിറക്കിയിട്ട് നടപ്പിലാക്കാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിൽ സെപ്പറേറ്റ് വഴികളൊക്കെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. വഴികൾ, ഈ വഴിയിലൂടെ ഒരു സ്റ്റെയർ കേസിലൂടെ സമയം നിശ്ചയിച്ച സ്കൂളുകളുണ്ട്. ആദ്യം പെൺകുട്ടികൾ പോകണം, പിന്നെ ആൺകുട്ടികൾ. അത്തരത്തിലുള്ള അത്രയും റിജിഡായിട്ട് ചിന്തിക്കുന്ന ഒരു സൊസൈറ്റി കൂടിയാണ് ചിലപ്പോഴൊക്കെ, ഒരു സൊസൈറ്റിയുടെ ഒരു ഭാഗം കൂടി ഉണ്ട് കേരളത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3ാം ക്ലാസ്സിലൊരു പാഠഭാഗം നമ്മൾ കൊടുത്തു, ഒരു ചെറിയൊരു പാഠഭാഗം. അതിൽ അടുക്കള ഒരു പ്രധാനപ്പെട്ട ഒരു വർക്കിങ്ങിൻ്റെ ഒരു ചെറിയമാണ് കൊടുത്തത്. അതിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. അതിലെന്താ കൊടുത്തത്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അച്ഛൻ ഒരു ചെറിയൊരു ജോലി അടുക്കളയിൽ ചെയ്യുന്ന ഒരു ചിത്രം കൊടുത്തപ്പോൾ അത് കേരളം ഏറ്റെടുത്ത് വലിയൊരു ചർച്ചയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മൈൻഡ് ഇപ്പോഴും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ നമ്മൾ 5ാം ക്ലാസ്സിൽ കൊടുത്തു. നമ്മുടെ 9ാം ക്ലാസ്സിലുള്ള ഒരു 2ാം ഭാഗം സോഷ്യൽ സയൻസിൽ ഈ ലിംഗനീതിയെ സംബന്ധിച്ചിട്ടുള്ള ഭരണഘടനാപരമായും കോടതികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള പാഠങ്ങൾ വരുന്നു. അപ്പോൾ പതുക്കെ ഈ ഒരു ജെൻഡർ റോള് എന്ന് പറയുന്നതിനെ റീഡിഫൈൻ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അത് പുതിയ അധ്യാപകരും ആ രീതിയിൽ തന്നെ ആ പുസ്തകത്തെ ക്ലാസ് റൂമിൽ വിനിമയം ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാർ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. ഇപ്പം ഹയർ സെക്കൻഡറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതെ, ഇപ്പം ഹയർ സെക്കൻഡറിയിലെ പാഠപുസ്തകത്തിൽ NCERT ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. യുക്തീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഗാന്ധിവധം, പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നത്, നോട്ട് നിരോധനം, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അവരുടെ പാഠ്യപദ്ധതിയിൽ നിന്നും പാഠപുസ്തകത്തിൽ നിന്നും വെട്ടിമാറ്റി. അതിനു മുമ്പ് കോവിഡ് കാലത്തെ ഈ പഠന ദിവസങ്ങളുടെ കുറവിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റി. അതിനുശേഷം പിന്നെ ഇന്ത്യ എന്ന് പഠിപ്പിക്കേണ്ട ഭാരതം എന്ന് പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും അവസാനം ബാബറി മസ്ജിദ് ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ ഇങ്ങനെ ദൂരെ കളഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന യുക്തീകരണ പ്രക്രിയയുടെ ഭാഗമായി പരിണാമ സിദ്ധാന്തം അടക്കമുള്ളത് മാറ്റിയത് നമ്മുടെ സംസ്ഥാനം പഠിപ്പിക്കാൻ തീരുമാനിക്കുകയും പ്രത്യേക പുസ്തകം തന്നെ CRT അത് തയ്യാറാക്കുകയും കുട്ടികൾ പഠിക്കുകയും ചെയ്തു. ഇന്ത്യ എന്ന് തന്നെ ആണ് ഇപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നത്. അത് ഉച്ചസ്ഥിരം മുഖ്യമന്ത്രിയും പൊതുവിദ്യാഭ്യാസ മന്ത്രിയും പ്രഖ്യാപിച്ചതാണ്. ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ ഈ തീരുമാനം ബാബറി മസ്ജിദ് അടർത്തി മാറ്റി അതിൽ നിന്ന് കളഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കുന്നതിൻ്റെ സാധ്യത പരിശോധിക്കാൻ CRTയെ ചുമതലപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അത് എങ്ങനെയായിരിക്കും? നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ പുതിയ കൂട്ടിച്ചേർക്കൽ പാഠപുസ്തകം വന്നതുപോലെ ഈ പാഠപുസ്തകം വരും. പ്രത്യേകിച്ചും കേരളം എല്ലാ കാര്യത്തിലും ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന പല തീരുമാനങ്ങൾക്ക് ബദൽ നയങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി മുന്നോട്ട് വെക്കുന്ന സംസ്ഥാനമാണ്. പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യവും പിന്നെ സ്ഥിതി സമത്വവും ഒക്കെ തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഇപ്പോഴും നമ്മുടെ അടിത്തറ. അത് ഏത് ഗവൺമെൻറ് കേരളത്തിൽ വരുമ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മൂല്യങ്ങൾ അത് തന്നെയാണ്. അതിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മുടെ ഈ പുതിയ കൂട്ടിച്ചേർക്കൽ പാഠപുസ്തകം ഒക്കെ കൊണ്ടുവന്നത്. ഇപ്പോഴത്തെ പുതിയ NCERTയുടെ തീരുമാനം മറികടക്കാൻ ഉള്ള ആലോചന ആരംഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും NCERTയുടെ പിന്നെ പാഠപുസ്തകങ്ങൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും
മനോഹരമായി എഴുതപ്പെട്ടതും കണ്ടന്റ് റിച്ചും ഏറ്റവും മനോഹരമായിട്ടുള്ള പാഠപുസ്തകങ്ങളാണ് NCERT-യുടെ. എല്ലാവരും റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാഠപുസ്തകങ്ങളായിരുന്നു തോപ്പറിനെ പോലുള്ള ആളുകളൊക്കെ ചുമതല വഹിച്ച് എഴുതിയിരുന്ന 2005 പാഠപുസ്തകങ്ങളും അത്തരത്തിലുള്ള നല്ല പ്രൊഫസേഴ്സ് തന്നെയാണ് എഴുതി തയ്യാറാക്കിയത്. പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും ജോഗ്രഫി എല്ലാ പുസ്തകങ്ങളും. ആ പുസ്തകങ്ങളെയാണ് വികലമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളം എപ്പോഴും ഹയർ സെക്കൻഡറി തുടങ്ങിയ കാലം മുതൽ തന്നെ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള 44ഓളം ടൈറ്റിലുകൾ NCERT-യുടെ ടൈറ്റിലുകൾ പുസ്തകങ്ങളാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് കോവിഡിൻ്റെ പേര് പറഞ്ഞ് കുട്ടികളുടെ പഠനഭാരം ലഘൂകരിക്കാൻ എന്നുള്ള പേരിൽ അങ്ങനെയൊക്കെയാണ് അവരുടെ ഇൻട്രൊഡക്ഷൻ പോകുന്നത്. ഈ റേഷണലൈസേഷൻ നമ്മൾ നടത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ റേഷണലൈസേഷൻ നടത്തുന്നതിൽ പ്രധാനമായിട്ടും അവർ ചെയ്യുന്നത് മാനവിക വിഷയങ്ങളിലേക്കാണ് ഈ റേഷണലൈസേഷൻ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. സയൻസിലും നമ്മുടെ മാത്തമാറ്റിക്സിലും കെമിസ്ട്രിയിലൊക്കെ അവർ ബോട്ടണി സുവോളജിയിലൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആ കണ്ടൻറ്റുകളൊക്കെ അവർ മാറ്റിയിട്ടുണ്ടാവും. പക്ഷേ മാനവിക വിഷയങ്ങളിലേക്ക് നമ്മളൊന്ന് കൃത്യമായിട്ട് നോക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട അവർ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയമാണ് പൊതു സമൂഹത്തിൻ്റെ മുന്നിൽ വരുന്നത്. അതിൽ ഭരണഘടനാപരമായിട്ടുള്ള നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആ ഭരണകൂടത്തിനെതിരാവുന്നതോ അവർക്ക് ആക്സെപ്റ്റബിൾ അല്ലാത്തതുമായിട്ടുള്ള കണ്ടൻറ്റുകളെ വെട്ടിമാറ്റുക എന്നുള്ളത്. ഇതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. മുഗൾ ഭരണത്തിൻ്റെ ചാപ്റ്ററിനെ അതേപോലെ തന്നെ മാറ്റുന്നു. അതുപോലെ തന്നെ നമ്മുടെ പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള നമുക്കെല്ലാവർക്കും അറിയാം. എവിടെയാണ് ഇന്ത്യ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിലും ഒക്കെ എവിടെയാണ് നിൽക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഭാഗങ്ങളെ അവർ മാറ്റുന്നു. പ്രധാനമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പുസ്തകത്തിൽ നിന്നാണ് ഈ ബാബറി മസ്ജിദിനെ മാറ്റിയത്. ബാബറി മസ്ജിദിനെ മാറ്റുന്നത് ആ പേര് മുഴുവൻ മാറ്റി മിനാരങ്ങൾ മാത്രം ഉള്ള ഒരു ചിഹ്നം ഇത് കൊടുത്തിട്ട് അവിടെ അവർ പറയുന്നത് സുപ്രീം കോടതി വിധി പ്രകാരം ബാബറി മസ്ജിദിൻ്റെ ആ വിഷയം സോൾവ് ചെയ്തിരിക്കുന്നതാണ്. ഗാന്ധി വധത്തിനെ അതിനകത്ത് നിന്ന് മാറ്റുന്നു. RSS അതിനെ തുടർന്നുണ്ടായിട്ടുള്ള RSSൻ്റെ നിരോധനത്തെ അതിനെ അവിടുന്ന് മാറ്റുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദിനെ അവിടുന്ന് മാറ്റുന്നു. ഭരണഘടന തന്നെ നമ്മളോട് പറയുന്ന ഒരുപക്ഷെ സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് ലോകത്തിൽ തന്നെ ഒരു ഭരണഘടന പറയുന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടനയാണ്. ആ കാര്യത്തിനെ സംബന്ധിച്ചാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള പരിണാമ സിദ്ധാന്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നീക്കുന്നു. ഇങ്ങനെ എന്തൊക്കെയാണോ അവർക്ക് പറ്റാത്ത കണ്ടൻറ്റുകൾ, ആ കണ്ടൻറ്റിനെയാണ് പതുക്കെ മുറിച്ച് മാറ്റുന്നത്. ഇതിനെതിരെയാണ് കേരളം യഥാർത്ഥത്തിൽ പ്രതികരിച്ചത്. ഇന്ത്യയിലുള്ള ഒരേ ഒരു സ്റ്റേറ്റാണ് ഈ അക്കാദമികമായിട്ടുള്ള ഈ ഒരു സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പ്രതികരിച്ചത് എന്ന് കാണാൻ പറ്റും. ഒരു സ്റ്റേറ്റും അത് ചെയ്തിട്ടില്ല. ഭരണഘടന പറയുന്ന വിദ്യാഭ്യാസം കോൺകറന്റ് ലിസ്റ്റാണ് എന്ന് പറയുമ്പോഴും ആ സംസ്ഥാനങ്ങളുടെ അവകാശത്തെ ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യയിലുള്ള എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടേതായിട്ടുള്ള മറ്റ് പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം. കേരളം അത് തയ്യാറായി. അത് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ അത് ആ സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളങ്ങനെയാണ് എക്കണോമിക്സിൻ്റെയും പൊളിറ്റിക്കൽ സയൻസിൻ്റെയും സോഷ്യോളജിയുടെയും ഹിസ്റ്ററിയുടെയും അഡീഷണൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുകയും കുട്ടികൾക്ക് കൊടുക്കുകയും അത് പഠിപ്പിക്കണം എന്ന് കൃത്യമായി പറയുകയും ചെയ്തു. ഈ വർഷവും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി തന്നിട്ടുള്ളത്. അത് NCERT പരിശോധിക്കുകയാണ്. അത് പരിശോധിച്ച് തുടർ നടപടിയിലേക്ക് പോകും. ഇപ്പം പുതിയ പാഠ്യപദ്ധതിയും പാഠപുസ്തകം നിലവിൽ വന്നിട്ട് ഇപ്പം ഈ ഒരു മാസം പിന്നിടുകയാണ് പുതിയ അധ്യയന വർഷം. എനിക്ക് തോന്നുന്നത് NCERT ഈ ഇതിൻ്റെ പ്രയോഗ തലത്തിൽ പരിമിതികൾ എന്താണ്, സാധ്യതകൾ എന്താണ് കൂടുതൽ ഉൾപ്പെടുത്തേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു പരിശോധന റിവ്യൂ നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. സാറ് നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കൂടുതൽ റിവ്യൂ നടത്തി അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും എനിക്ക് തോന്നുന്നു രക്ഷിതാക്കളിൽ നിന്നടക്കം. കാരണം ഈ രക്ഷിതാക്കളിൽ നല്ലൊരു ശതമാനം ഈ വളരെ കൗതുകത്തോടുകൂടി പാഠപുസ്തകങ്ങളെ നോക്കിക്കാണുന്നവരും മറച്ചു നോക്കുന്നവരും ഒക്കെ ഉണ്ട്. ഒരു ഗൃഹാതുരതയോടുകൂടി നോക്കുന്നവരൊക്കെ ഉണ്ട്. അവരുടെയും കൂടെ അഭിപ്രായം തേടി ഇത് കൂടുതൽ മികവുറ്റതാക്കാൻ NCERT കഴിയട്ടെ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല കൂടുതൽ ഉന്നതിയിലേക്ക് പോകുന്നതിന് വേണ്ടി കൂടുതൽ കരുത്ത് ഉള്ളതായി നമ്മുടെ പാഠ്യപദ്ധതിയും പാഠപുസ്തകവും മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി സാർ. താങ്ക് യു.